എല്ലാം ഇങ്ങനെ ക്രൂരതയുടെ ഭാഗം, എല്ലാം ക്രൂരതയാണ്. ശ്വാസം എടുക്കുമ്പോൾ പോലെ അണുക്കൾ മരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഭക്ഷണം കഴിക്കുന്നത് നിർത്തി, ജലം ജലം കഴിക്കുന്നത് നിർത്തി, വായു നിർത്തി. അങ്ങനെ ഇനി ഒരിക്കൽ തിരിച്ചു വരണ്ടെന്നുള്ള രീതിയിലാണ് ജീവൻ മുക്ത സമാധിയിലേക്ക് പോകുന്നെന്നുള്ള രീതിയിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ തോട്ട് എൻ്റെ തോട്ടുമായിട്ട് സാമ്യം ഉണ്ടല്ലോ എന്ന് കണ്ടപ്പം എനിക്ക് ഇതങ്ങോട്ട് കൂടുതൽ ഇതാകാൻ തുടങ്ങി. അതായത് ഈ ഇങ്ങനെ ക്രൂരത ഈ ലോകത്ത് ജീവിക്കണ്ട, എല്ലാം വിട്ടുപരിച്ച് പോകാമെന്നൊരു ചിന്തയായിട്ട് ഒരു 2 വർഷത്തോളം, കൊറോണയുടെ സമയം വരെ ഞാൻ ആദ്യം മൈൻഡ്സെറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ പറയില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ജീവകാരുണ്യം എന്ന് പറഞ്ഞ സംഗതി വളരെ നമ്മുടെ ആത്മാവിൻ്റെ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. തെറ്റാന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം വേണ്ട അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് വിഷമാണ് പറയും. കുറഞ്ഞാലും വിഷമാണ്. ഒരളവിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇംബാലൻസ് ഉണ്ടാകും, അല്ലേ? അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു. OCD ഉണ്ടാകുന്നു, പല മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പം എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും വാളയാറുള്ള 2 കുട്ടികൾ ഒരുപോലെ പീഡിപ്പിച്ച് കൊന്നു. ഒരാളെ കൊന്നു, ഒരു കൊച്ചിനെ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത കൊച്ചിനെ. എന്താണ് ഇവിടുത്തെ ഒരു പോലീസ് നിയമ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നു. അവിടെ അവരെ രക്ഷിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ, സംഘടനകളും ഇതൊക്കെ നമുക്കൊരു ഒരു ഒരു നാണക്കേടെന്ന് തോന്നുന്നു. നമ്മളെന്താണ് ജീവിച്ചിരിക്കാനുള്ള നാണക്കേട് തോന്നുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിസ്സഹായാവസ്ഥ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്താണ് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇത്രയും ക്രൂരമായ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ കൊള്ളത്തില്ലാന്ന് തോന്നും. ചിലരുടെ വലിയ ചതികളൊക്കെ നമുക്ക് അറിയുമ്പോൾ, അല്ലെങ്കിൽ പല കഥകൾ കേൾക്കുമ്പോഴും നമുക്കറിയുമ്പോഴും നമുക്ക് പറ്റുമ്പോഴൊക്കെ മാറും. എന്താണ് അതിനൊരു സാങ്കത്യം? അതുപോലെ പ്രപഞ്ചം ക്രൂരമായി പലപ്പോഴും ഈ മാനിനെയൊക്കെ ചിലതിനെയൊക്കെ അമ്മയെ വയറ്റിലുള്ള ഇതിനെയൊക്കെ പുലിയൊക്കെ വന്ന് കടിച്ചു പറിച്ച് തിന്ന് കാണുമ്പോൾ ഏത് കഴിവിടം കൊണ്ടാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയതാ, ദൈവത്തിനെ അങ്ങോട്ട് കിട്ടിയ അടിച്ച് പറിച്ച് ശരിയാക്കാനുള്ള തോന്നൽ നമുക്ക് തോന്നും. കണ്ടില്ല ആപത്തിൽ പോയി സാത്താൻ വർഷിപ്പിക്കും. അത് അതിനൊക്കെ ക്രൂരരാ. കുഞ്ഞുങ്ങളുടെ എന്തോ ഭീകരം. പിന്നെന്താ ശരിക്കും അത്രയും ക്രൂരമായിട്ടുള്ള അത്. ചില വീഡിയോസൊക്കെ കണ്ടാൽ നെറ്റിനകത്തിൽ ഒരു 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 സൈറ്റുണ്ട്, അതിനകത്തിൽ ഇങ്ങനത്തെ വീഡിയോ തന്നെയാണ് ക്രൂരമായിട്ടുള്ളത്. അത് കണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് ഇതായി പോകുന്നുണ്ട്, വഴുതെറ്റി മാനസിക രോഗികളായിട്ട് മാറി. അങ്ങനെ ചില കേസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാണ്. അതുപോലത്തെ പ്രശ്നമാണ്. ശരീരമൊക്കെ പിടിച്ചു വെച്ചിട്ട് 2 പേര് പിടിച്ചിട്ടിട്ട് നടുക്കൂടെ കീറി ഓർഗനൊക്കെ കൈകൊണ്ട് വലിയെടുക്കുന്ന വീഡിയോസാണ്. ഇങ്ങനത്തെ വീഡിയോസ് തന്നെ അത് സഹിക്കത്തില്ല. ഈ സംഭവങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേറൊരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നത് മനസ്സിലായി. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ പ്രശ്നത്തിലാകുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ പോയിട്ട് പിന്നെ മാനസിക രോഗിയായി മാറുന്ന കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഹിമാലയൻ ടാസ്ക്കാണ്, വലിയ പാടാണ്. അപ്പോൾ സാധാരണ കൗൺസിലിങ്ങിനൊന്നും അതൊന്നും റെഡിയാവത്തില്ല, മനസ്സിലാവുന്നുണ്ട്. കാരണം അത്ര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളിൽ ബ്രെയിൻ തുടച്ചു കളയുന്ന പരിപാടിയില്ല. അതങ്ങ് അടിയിലോട്ട് പോകത്തുള്ളൂ, അവിടെ കിടക്കുമല്ലോ. അവസാനം ബ്രെയിന് തുടച്ചു കളയുന്ന പരിപാടി. പുതിയ ലേൺ ചെയ്യാം, അങ്ങനെയല്ലെന്ന് പറഞ്ഞു. പക്ഷേ അതെങ്ങനെ ലേൺ ചെയ്ത് ഇത് കണ്ടിട്ടുള്ള ഇതിൽ നടന്ന കാര്യങ്ങളാണ്. അത് അല്ലാന്ന് പറഞ്ഞാൽ അത് റെഡിയാവത്തില്ല. പിന്നെ വലിയ പാടാണ്, അത് പോയി എന്നുള്ളൊരവസ്ഥയാണ് പിന്നെ. അപ്പം അതുകൊണ്ട് കുട്ടികൾ മൊബൈൽ ഭയങ്കര കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ ഫ്യൂച്ചർ ജനറേഷനെ കയ്യിൽ നിന്ന് പോകും. അവർ കാണാവുന്നത് മാത്രമേ കാണാവൂ. സ്ട്രിക്റ്റ് ആയിരിക്കണം. മൊബൈൽ അഡിക്ഷൻ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ കയറിപ്പോൾ അഡിക്ഷൻ വരാതെ നോക്കണം. ചെറുപ്പത്തിൽ ആ സ്ട്രിക്റ്റ് മൊബൈൽ ആദ്യം ഇത്ര സമയം കൊടുക്കത്തുള്ളൂ. ഓടെ അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെ കണ്ടിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഇയാൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നമുക്കിങ്ങനെ തോന്നുന്നു. ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. നിങ്ങളൊരു ജയിലിനകത്ത് പിടിച്ചിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നന്നാക്കണം എന്ന് തോന്നുമോ? നിങ്ങൾക്ക് നന്നാക്കണം തോന്നുമോ? ഇല്ല, ആഗ്രഹം കാണുമായിരിക്കും. പക്ഷെ നിങ്ങളത് ഒരുപാട് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നില്ല, നിങ്ങളെ അത് വേട്ടയാടത്തില്ല ആ പ്രശ്നങ്ങൾ. കാരണം നിങ്ങളെ ഒരു പ്രശ്നത്തിൽ കിടക്കുക, മനസ്സിലാവുന്നുണ്ട്.
സത്യം പറഞ്ഞ കമ്പി ഇല്ല എന്നല്ലേ ഉള്ളൂ ജയിലിൻ്റെ. സത്യത്തിൽ നമ്മളൊക്കെ ട്രാപ്പിടാണ് ഈ ശരീരത്തിൽ. സത്യത്തിൽ നമ്മൾ ട്രാപ്പിടാണ്. ജാങ്കോ ഞാൻ പെട്ട് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. നമുക്ക് ഈ കാണുന്ന ക്രൂരതകൾ പലതും ചെയ്യാൻ പറ്റും. ഒരു മാനെ, ഗർഭിണിയായ ഒരു മാനിനെ വന്ന് സിംഹം കടിച്ച് പറിച്ച് തിന്നത്. സിംഹം ക്രൂരനാണെന്ന് തോന്നും, പക്ഷെ അതിന് പട്ടിണി കിട്ടാത്ത അതിന്റെ ലാസ്റ്റ് കാലഘട്ടം കണ്ടിട്ടുണ്ട്. മേലിഞ്ഞ് പുഴുവരിച്ച് അല്ലേ, അത് ഭീകരാവസ്ഥയാണ്. അതിന്റെ കർമ്മഫലം അത് അനുഭവിക്കും. എത്ര നാൾ ഈ മൃഗങ്ങളെ കടിച്ചു പറിച്ച് തിന്നെന്താ ലാസ്റ്റിൽ എല്ലാം കൂടെ ഒന്നിച്ച് അനുഭവിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? മറ്റു മൃഗങ്ങൾക്ക് ഒറ്റയടിക്ക് തീർന്ന്, മാനൊക്കെ കാടിച്ച് പറിച്ചെടുത്ത് 1 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. ഈ തിന്നുന്ന സാധനങ്ങൾ ലാസ്റ്റിൽ പുഴുവരിച്ച് വളരെ കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് മെലിഞ്ഞ് പട്ടിണി കിടന്ന് വിശന്ന് ഇരപിടിക്കാൻ പറ്റാതായി. മാന്യങ്ങൾക്ക് അടുത്തൂടെ പോയാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഭയങ്കരമായ ഫ്രസ്ട്രേഷനിലും ഭയങ്കരമായ ദുരിതത്തിലാണ് ഇത് മരിക്കുന്നത്. അപ്പം കർമ്മഫലങ്ങൾ നിന്നുകൊണ്ട് നമ്മൾ അതിനകത്ത് അറിയേണ്ട ഒന്ന്. ഇങ്ങനെ പൂർവ്വജന്മ കർമ്മഫലങ്ങളാണ് ഈ ജീവജാലങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ ടെൻഷനിൽ നിന്ന് മാറാം. ആരോടും ഒരു സഹതാപവും തോന്നരുത്. എല്ലാവരും അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മള് അവസാനം ബീവറേജ് ഇരിക്കുന്നതാണ്. നമുക്ക് ആഹാരം കഴിക്കാൻ പൈസ ഇല്ല. ഇതാണ് സ്ഥിരം സംഭവിക്കുന്നത്. ഇത് ആരോടും ഒരു സഹതാപം തോന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ആശയത്തിന്റെ അടിമയാവരുത്. ഒരാശയത്തിന്റെ അടിമയായ നമ്മൾ തെറ്റ് ചെയ്യുന്നവനാണ്. ആശയത്തിന്റെ അടിമയാവാൻ പാടില്ല. ആശയത്തിന്റെ അടിമയായിട്ട് ജീവിക്കുന്നവനാണ് അപകടകാരി. തെറ്റ് ചെയ്യുന്നവൻ, പാപം ചെയ്യുന്നവൻ. ഏറ്റവും വലിയ പാപം ആശയത്തിന്റെ അടിമയായി ജീവിക്കുക. തീവ്രവാദികളൊക്കെ ഈ പാപം ചെയ്യുന്ന ആശയത്തിന്റെ അടിമയായുണ്ടാകും. അവന് യാഥാർത്ഥ്യ ബോധമില്ല. ശരിയല്ലേ? അപ്പം നമ്മൾ ഒരാശയവുമില്ലാതെ നിന്നാൽ ഒരു വിഷക്കാരൻ വരുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് കറക്റ്റായിട്ടുള്ള ഈ ആശയമില്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സ് പറയും അവനെ സഹായിക്കും. അത് നമ്മൾ സഹായിക്കണം. അതേസമയം നമ്മുടെ ബോധ മനസ്സ് തന്നെ പറയും ചിലപ്പോൾ ഇത് വേണ്ടത് ഉടായിപ്പാ, ഇത് കൊടുക്കരുത്. അപ്പം നമ്മൾ ബോധത്തിൽ നിന്നിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പം ആശയത്തിൽ നിന്ന് മനസ്സിലായി. ബോധം അനുഭവങ്ങളെ കൂടെ എടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആശയം അങ്ങനല്ല. ബോധം അനുഭവങ്ങളെ കൂടെ എടുത്തിട്ടാ. ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ പല കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇല്ലാത്ത പൈസ ഒപ്പിച്ച് കൊടുത്ത് സഹായിച്ചിട്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ ഒരു തെണ്ടിയും കാണത്തില്ല. നമ്മളെല്ലാം വിളിക്കുമ്പോൾ കളി എപ്പോൾ ഇല്ല അങ്ങനെ ഇങ്ങനെ പറയും. വേണമെങ്കിൽ അവൻ ഒപ്പിച്ചേരാൻ പറ്റും, നമുക്കറിയാം. പക്ഷെ അത് ഇല്ലാതെ ഒരു സത്യം. പക്ഷെ അവന് ശ്രമിച്ചാൽ അവന് ഒപ്പിച്ചേരാൻ പറ്റും. പക്ഷെ നമ്മൾ ഇല്ലാത്തടത്തുനിന്ന് ഒപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അനുഭവമായി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ചുമ്മാതല്ല ആളുകളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ അവന് അന്ന് അനുഭവിച്ചപ്പോൾ ഞാൻ സഹായിക്കാൻ പാടില്ലായിരുന്നു. അവനത് അനുഭവിക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം അവൻ്റെ ഈ ക്രൂരത കണ്ടില്ലേ. അവനേക്കാൾ വലിയ അത്യാവശ്യം വന്നപ്പോൾ അതിൻ്റെ പകുതി പൈസ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചോദിച്ചപ്പോൾ പൈസ വേണ്ട, ഒന്ന് മാനസികമായിട്ടുള്ള സപ്പോർട്ടോ വരാനോ പോലും അവൻ തയ്യാറല്ല. അവന് സമയമില്ല എന്ന് പറയുന്നു. അവന് പൈസ ഇല്ല എന്ന് പറയുന്നു. അവന് സമയമില്ല എന്ന് പറഞ്ഞാലേ ഇല്ല കേട്ടോ, സോറി. എന്നാൽ അവന് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് മനസ്സമാധാനത്തിനെങ്കിലും ഒന്നുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അന്ന് ആ വിഷമത്തെ അവന് കരഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സഹതാപം തോന്നില്ല. നമ്മൾ ചെയ്യും. നമ്മളും പഠിക്കാറുണ്ട്, നമ്മളും നന്നാവാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആളുകളോടൊരു പരിധി കൂടുതൽ സിമ്പതൈസ് ആവില്ല. അപ്പോൾ ഒന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നത്? ഞാൻ അത്ര മിടുക്കനല്ല എന്ന് മനസ്സിലായി. ഞാൻ വലിയ ആളാണെന്ന് വെച്ചാണ് സഹായിച്ചത്. എന്നെ എന്തോ വലിയ ദൈവദൂതനായിട്ട് അവൻ കാണുമെന്ന് വിചാരിച്ച് സഹായിച്ചു. ഞാൻ എന്ത് ഈഗോയാണത് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ആളും തരം നോക്കാൻ സഹായിച്ചത് ഈഗോ കൊണ്ടാണ്. എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റാതെ പോയെന്ന് മനസ്സിലായി. ആ ഈഗോയ്ക്ക് അടികെട്ടി കിട്ടി ഈഗോ നശിക്കുമ്പോൾ നമ്മളൊക്കെ ഫ്രീ ആവത്തുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ മുന്നേ കാണുന്ന ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് മാറ്റി വെച്ചു, അല്ലെങ്കിൽ അതൊക്കെ ഛേദമില്ലാത്ത ഉപകാരങ്ങൾ ചെയ്തോണം. പക്ഷെ നമ്മളെ മറന്നിട്ട് നമ്മൾ ഒരു കാര്യങ്ങളിൽ ഇറങ്ങി ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മളോട് തെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും വലിയ അഭീകരാവസ്ഥ. അത് ഒരിക്കലും നമ്മളെ മറന്നിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ നിന്നുകൊണ്ട്, കാരണം ഓരോരുത്തരും അവരുടെ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത്. പൂർവ്വജന്മാർജിത കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നത് തിരിച്ചറിയണം. ആത്മാവിൻ്റെ സഞ്ചാരം അങ്ങനെയാണ്. കർമ്മഫലം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ. അപ്പോൾ അർജുന, ചരടിൽ മുത്തുമാലകൾ ഓർത്തിരിക്കുന്ന പോലെ ഞാൻ ഈ പ്രപഞ്ചത്തെ കർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയും. ഓരോ ആളുകൾക്കും കർമ്മഫലങ്ങളുണ്ട്, അല്ലേ?
നമുക്കിത് വല്ലതും ചെയ്യാൻ പറ്റുമോ? കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നു, ഗാസയിലൊക്കെ മിസൈൽ വീണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നോക്കിയിരിക്കാനേ പറ്റും. ഒരാളിരിക്കും ഒരു കോൺക്രീറ്റ് കൂനയുടെ മേളിൽ, ഇതിൻ്റെ അടിയിൽ കുറേ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, എൻ്റെ കൊച്ച എവിടെയോ ഉണ്ട്, അയാൾ അതിൻ്റെ മേളിൽ ഇരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഇത് യുദ്ധം ഒരു സൈഡിൽ നിന്നുള്ളല്ലേ, എവിടെ ആയാലും യുദ്ധം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് മതമൊന്നുമല്ല ഞാൻ പറയും. അപ്പോൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഇങ്ങനെ നടത്തിക്കുന്നതിനകത്ത് എൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മനസ്സിലാവും. ഞാൻ എന്ന് പറയുന്നത് ഒരു വലിയ ബിഗ് സീറോയാണ് എന്ന് നമ്മൾ മനസ്സിലാവും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും. ആ പൂച്ചക്കുട്ടിയെ കണ്ടുകൊണ്ടല്ലേ ഇയാൾ 1 മണിക്കൂർ മുമ്പാ വന്നത്, അല്ലെ ഇയാൾ വേറെ വഴിയാ പോകുന്നെങ്കിലോ കാണില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വലിയൊരു ലിമിറ്റേഷന്റെ പേരാണ് മനുഷ്യൻ, അല്ലെ? നമ്മളൊരു ബിഗ് സീറോയാണ്. അതേ പറഞ്ഞ നമ്മൾ ജയിലിലാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുമില്ല, നമ്മൾ തോന്നിയിട്ട് കാര്യമില്ല, ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അവരുടെ, അപ്പൊ നമ്മൾ അന്വേഷിക്കുക എന്താ ഇതിൻ്റെയൊക്കെ കാരണം. പറയാണ് കർമ്മഫലങ്ങളാണ്, അവർ പൂർവ്വജന്മ കർമ്മഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലായി. കുറഞ്ഞ പക്ഷം ആശ്വാസമെങ്കിലും കിട്ടും. അപ്പൊ നമുക്ക് പറ്റാത്തതിനെ കുറിച്ച് കുറച്ച് വറി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, മനസ്സിലാവുന്നുണ്ട്? നമ്മൾ പറ്റാത്തതിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്തിട്ടൊരു കാര്യവുമില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മളെ ഈ ശരീരം കിട്ടിയത് നമ്മളറിഞ്ഞിട്ടാണ്. നമ്മളറിയാതെ ഞാൻ എന്നുള്ള എൻ്റെ ബോധത്തിലേക്ക് വന്നു കയറിയതാണ് ഈ ശരീരം. ഇതൊരു സുപ്രഭാതത്തിൽ എന്നോട് പോലും ചോദിക്കാതെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. എന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ മരിക്കുന്നത്, ആണോ? എന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ ജനിച്ചിട്ടുള്ളത്. എൻ്റെ പേര് പോലും വല്ലോണ്ടിട്ടതാ, അച്ഛനും അമ്മയും നാട്ടുകാരിട്ടതാ, ഇരട്ട പേരും കാണും. അപ്പൊ ഇതൊന്നും എൻ്റെ അല്ല. എൻ്റെ ഈ ശരീരത്തിൽ എനിക്ക് ഓണർഷിപ്പ് ഇല്ല. കാരണം ഈ രോമങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിട്ടാണ്. എൻ്റെ ഈ ശരീരം ഇത്രയും വളർന്നത് ഞാൻ അറിഞ്ഞിട്ടാണ്, ആണോ? അല്ലേ? ഇതിനകത്ത് എന്താണ് എൻ്റെ റോളെന്ന് പറഞ്ഞാൽ, ഞാനിതൊരു സാക്ഷിയായിട്ട് കണ്ടോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇത് ഓർക്കാറുണ്ടോ നമ്മളാരെങ്കിലും? ഞാനെല്ലാം ചെയ്യുന്നല്ല വിചാരിക്കുന്നു 24 hours. ഇതിനകത്ത് എന്താണ് എൻ്റെ റോള്? ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ എന്തെങ്കിലും എടുക്കാണ്? നിങ്ങൾക്ക് തോന്നിയിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നിയിട്ടാണ്. അതൊരു ക്വസ്റ്റ്യനാണ്, അവിടെ നിൽക്കട്ടെ. പറഞ്ഞ് മനസ്സിലായി? അല്ല, ഇതൊക്കെ അങ്ങനെ നടക്കുന്നതാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇതെനിക്കറിയാം, ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ഇത് അറിയത്തില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നടക്കണമെന്നുള്ളേ ഉള്ളൂ. എനിക്കിതും കൂടെ അറിയാം, അത്രേ ഉള്ളൂ. സാധാരണ ഒരാൾക്ക് ചിലപ്പം ഇവിടം വരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത്. ഈ സംസാരിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, വട്ടാണ് പറയും. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അപ്പം ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കാവുന്നല്ലോ. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഞാനിങ്ങനെ സംസാരിക്കുന്നതും ഈ പ്രപഞ്ചം ഇങ്ങനെ നടക്കുന്നതും ഒക്കെ വലിയൊരു യൂണിവേഴ്സൽ എനർജിയുടെ പ്ലാനിങ്ങിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് മുന്നേ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ഇനിയും കോടിക്കണക്കിന് ആളുകൾ മരിക്കും. ഇവിടെ എൻ്റെ റോൾ എന്താണ്? എനിക്ക് ഈ തോന്നോട്ടൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്നോട് പറയുന്നോട്ട് അല്ലെങ്കിൽ മേലിൽ നിന്നുള്ള ഒരു സിസ്റ്റത്തിനനുസരിച്ച് ഞാൻ സഞ്ചരിക്കുന്നു എന്നുള്ളത്. ഇതിനകത്ത് ഞാനുണ്ടെന്ന് തോന്നുമ്പോഴാണ് എനിക്കിത് നന്നാക്കണം, ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഒന്ന് നന്നാക്കണം, അല്ലെങ്കിൽ ഈ ഇന്ത്യ ഒന്ന് ശരിയാക്കണം, ഈ ആളുകളെയൊക്കെ ഒന്ന് ഗുണദോഷിച്ച് നേരെയാക്കണം, ഇവരെയൊക്കെ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ഒക്കെ ഒന്ന് കൊടുക്കണം എന്നൊക്കെ തോന്നുക എപ്പോഴാണ്? ഞാനൊരു സംഭവമാണെന്ന് തോന്നുന്നത്. എനിക്ക് എത്ര ആളുകളെ ആത്മീയപരമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും? കുറച്ച് ആളുകളെ പറ്റത്തുള്ളൂ. അത് ഉറപ്പൊന്നുമില്ല. അവർക്ക് വിധി ഉണ്ടെങ്കിൽ അവർ ഇതൊക്കെ കേട്ടിട്ട് ഉപാസന ചെയ്ത് സമാധിയിലോട്ട് പോകും. ഇതൊക്കെ കേട്ടാലും ഇത് മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഇത് പ്രവർത്തിക്കുന്നവർ കുറവാണ്. പ്രവർത്തിച്ചാൽ ഇത് കിട്ടുന്നവർ കുറവാണ്. അപ്പൊ പിന്നെ
ഇതൊക്കെ എൻ്റെ കയ്യിലാണ്. ആർത്തരാഷ്ട്രം എന്ന് കേട്ടിട്ടുണ്ട്? ആർത്തരാഷ്ട്രം ലോക വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിൽ ആദ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടിയ നീഗ്രോ അല്ലെങ്കിൽ എന്താ പറയുക ബ്ലാക്ക് ആർത്തരാഷ്ട്രം സ്റ്റേഡിയമൊക്കെ ഉണ്ട്. ആർത്തരാഷ്ട്രം ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു പ്ലെയറാണ്. ആയിരക്കണക്കിന് നൂറുകണക്കിന് എഴുത്തുകൾ ലോകത്തിൻ്റെ ഭാഗത്തുനിന്നയക്ക് വരും. അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്. അതാണ്, ഒരു വീക്ക്നെസ് ഉള്ള ആളല്ല. ഒരു സുപ്രഭാതത്തിൽ തിരിച്ചറിയുന്ന അയാൾക്ക് എയ്ഡ്സാണ്. രക്തം മാറി ഇങ്ങനെ വന്നത്. അപ്പോൾ ഒരു പത്രക്കാരൻ ദിവസം ചോദിച്ചു, നിങ്ങൾക്ക് എയ്ഡ്സായി അറിഞ്ഞ നിമിഷം നിങ്ങൾ ദൈവത്തിനെ ക്ഷമിച്ചില്ലേ? എങ്കിലും ദൈവമേ എനിക്ക് എന്തിന് ഇത് തന്നു? ഇത്രയും നല്ലതായിട്ട് ജീവിച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. എന്തിന് വന്നു നിങ്ങൾ ഈശ്വരനോട് ചോദിച്ചിട്ടില്ല? ഒരു നിമിഷം എന്തെന്ന് ചോദിച്ചു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വാചകം വളരെ പ്രസക്തം. ലോകത്ത് 50 ലക്ഷം ആളുകൾ ടെന്നീസ് കളിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ 5 ലക്ഷം ആളുകൾ വളരെ സീരിയസ് ആയിട്ട് കളിക്കും. അതിൽ 5000 ആളുകൾ ലോക നിലവാരത്തിൽ കളിക്കും. അതിൽ 500 ആളുകൾ പല സ്ഥലത്തും ഇരുന്ന് സെലക്ഷന് വേണ്ടിയിട്ട് കളിക്കും. അതിൽ 50 ആളുകൾ സെലക്ട് ചെയ്യപ്പെടും വിവിധ രാജ്യങ്ങളിൽ. അതിൽ 5 പേര് സെമി ഫൈനലിൽ വരുന്നു. അത് 2 പേര് ഫൈനലിൽ വരുന്നു. അതിൽ ഒരാൾ വിജയിക്കുന്നു. അങ്ങനെ ആ ഒരാളായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ആ വിംബിൾഡൺ കിരീടം എടുത്ത് തന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല, ദൈവമേ എന്തിനെനിക്കിത് തന്നു? അപ്പൊ എനിക്ക് മറ്റൊരു ചോദിക്കാൻ അർഹതയുണ്ട്. അതുകൊണ്ടോ അതൊരു വലിയ ചിന്തയല്ലേ? നമ്മളൊക്കെ എന്നാണ് ആ ഒരു സ്ഥലത്തിന് ഉയരുന്നത്? അപ്പോൾ അവിടെ ഈശ്വരൻ നമ്മളുമായിട്ട് വളരെ സുഹൃത്തായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. അവിടെ ഈശ്വരനെ കാണും, നമ്മൾ ഈശ്വരനെ കാണും. നമ്മൾ ആ മാനസികാവസ്ഥയിലെത്തുന്നു. നമുക്ക് വരുന്ന നെഗറ്റീവും പോസിറ്റീവും, നമുക്ക് വരുന്ന നെഗറ്റീവും പോസിറ്റീവും പോലും ഇങ്ങനെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റുള്ള ജീവജാലങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും രണ്ടാമത്തെ സ്ഥാനമല്ലേ ഉള്ളൂ. ആദ്യം നമ്മളെക്കുറിച്ചല്ലേ നമ്മൾ പരിതപിക്കേണ്ടത്, വിഷമിക്കേണ്ടത് അല്ലേ? ഞാനിങ്ങനെ ജീവിക്കുന്നു, ഞാൻ മരിച്ചു പോകത്തില്ലേ, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ മനസ്സിലാവും, ശരീരം മരിക്കുന്നുള്ളൂ, ബോധം മരിക്കുന്നില്ല. മനസ്സ്, ആത്മാവ് ഇതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിവ് പറയും, നമ്മൾ അങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കർമ്മഫലങ്ങളെക്കുറിച്ച് മനസ്സിലാവും. നമ്മളൊരു കണ്ടിന്യൂറ്റിയാണ്. എന്തിന് ഞാൻ ഇവിടെ ജനിച്ചു? എന്തിന് അംബാനിയുടെ മോനായിട്ട് ജനിക്കാത്തത്? അപ്പോൾ ഇതൊക്കെ ഓരോ കണ്ടിന്യൂറ്റി ആണെന്ന് മനസ്സിലാവും. ഒരു പ്രസവത്തിന് 4 കുട്ടികളുടെ 4 ബോധനിലവാരം. അപ്പോൾ കഴിഞ്ഞ അങ്ങുള്ള ബോധനിലവാരം അനുസരിച്ചല്ലേ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള ബാധയല്ലേ അവർ പിടിക്കുന്നു. ബോധം കൂടിയവന് ബാധ കുറയും, ബാധ കൂടിയവന് ബോധം കുറയും. അപ്പോൾ ബോധം കുറഞ്ഞിരിക്കുന്നവന് കൂടുതൽ ബാധയായിട്ട് ജീവിക്കും. അപ്പോൾ കർമ്മഫലങ്ങളുണ്ടാവും. ബോധം കൂടിയിരിക്കുന്നവന് ബാധ കുറവായിരിക്കും. അപ്പോൾ ആ ലെവലിൽ അവൻ പ്ലാൻ ചെയ്ത് കർമ്മങ്ങളെ പ്രാണനെ നിയന്ത്രിച്ച് ഫ്യൂച്ചർ ബെറ്ററാക്കി അവൻ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഇതെല്ലാം കർമ്മഫലങ്ങളാണ്. പ്രാണൻ വഴിയാണ്. ബോധ നിലവാരം അനുസരിച്ചാണ് കർമ്മഫലം. ഉപാസന ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഓരോ ജന്മം അടുത്ത പ്രൊമോഷൻ കിട്ടി, അടുത്ത ജന്മം കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ബോധ നിലവാരം കൂടി. ഇതെങ്ങനെ ആളുകൾക്ക് അറിയത്തില്ല. അതാണ് പറഞ്ഞത്. ഇപ്പം പുണ്യം മാത്രമേ കൊണ്ടുവന്നുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അത് ഇതിങ്ങനെയാണ്. അപ്പം അത് ഉപാസന ചെയ്തിട്ട് ആണെന്ന് ചെയ്യുന്നത്. അതാ ഉപാസന ചെയ്യാൻ പറഞ്ഞു. നാം കൂടെ പണിയെടുക്കും. ഉപാസന ചെയ്യും, എല്ലാം ശരിയാക്കി കൊടുക്കും. പറഞ്ഞതാ യുക്തിപരമായിട്ടൊന്നും എത്താൻ പറ്റൂല. മനസ്സിലായോ? നമ്മൾ ഒരുപാട് ആരെക്കുറിച്ചും ബോധം ചെയ്യണ്ട. ജീവകാരുണ്യ നിരൂപണം ഒരുപാട് വായിക്കണ്ട. അങ്ങനൊന്നും നല്ല കാര്യമില്ല. അത് അവർക്കതൊക്കെ പറ്റും. മഹാത്മാക്കളാക്കണം. നമ്മുടെ കൂട്ടുള്ള സാധാരണക്കാർക്ക് അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനും പറ്റുള്ളൂ. ജൈന സിദ്ധന്മാരങ്ങനെയാണ്. അവസാനം കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ കഴിച്ചിട്ടാണ് അവർ ലാസ്റ്റ് ജീവിക്കുന്നത്. കരുതാ പച്ച ഇലയിൽ പോലും ഹിംസയുണ്ടെന്ന് കണ്ടിട്ട് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ എടുത്തിട്ട് അവർ ജീവിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മൾ എല്ലാം പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് ഇതെല്ലാം പറ്റുമോ? വലിയ പാടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അർജുന ഗീത വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതയിൽ ഇതെല്ലാം ഉള്ള ഉത്തരവുണ്ട്. അർജുന, നിങ്ങൾ ആരെയും കൊല്ലുന്നുമില്ല, കൊല്ലപ്പെടുന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്താൽ മതി. നിങ്ങൾ മൂലം പ്രപഞ്ചത്തിൽ എന്താണോ വേണ്ടത് അത് ചെയ്യേ. നിങ്ങളുടെ വാസന എന്താണോ അത് ചെയ്യും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ.
അപ്പോൾ ആളുകൾക്ക് ബെറ്ററായിട്ട് ആ സാധനം കിട്ടും. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളൊരു കാര്യം ചെയ്തു ഒരു പാട്ട് പാടി ഒരാളെ ആസ്വദിപ്പിക്കുന്നതിനേക്കാൾ വാസനയുള്ള ഒരാൾ പാട്ട് പാടി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വാസനയുള്ള ആയിരിക്കത്തില്ല വേറൊരാൾക്ക് വാസനയുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് കോഴ്സ് പഠിക്കുന്നു ജോലി ചെയ്യുന്നില്ല. നമുക്ക് വാസനയുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ സ്ട്രെസ് എല്ലാം പോകും. അപ്പം നമ്മൾ സ്വധർമ്മം ചെയ്യണം. സ്വധർമ്മം ശ്രേയാൻ വിടുന്നോ പരധർമ്മോ ഭയാവക. ആ പരധർമ്മം ഡെയിലിയുള്ള എപ്പോഴും വിജയിക്കോ പരാജയപ്പെടുമോ. സ്വധർമ്മമാണെങ്കിൽ നമ്മൾ രാത്രിയിൽ ചെയ്യും. നമ്മൾ ജോലി ചെയ്താൽ തോന്നത്തില്ല, അവിടെ നമ്മളെ വെട്ടാൻ ആരും കാണത്തില്ല, അത്രയും പവറായിരിക്കും. അങ്ങനെ സ്വധർമ്മം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഒരു സംശയം ഉണ്ടാകത്തില്ല. അർജുനോട് പറയുന്നില്ലേ ഇതൊന്നും ഇവരെയൊക്കെ കൊല്ലണ്ടേന്ന് അവർക്ക് വിഷമിച്ചിരുന്നില്ലേ? അപ്പൊ അർജുനൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഈ മൃഗങ്ങൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറയുന്ന സാധനം അർജുനന്റെ വേറൊരു സാധനം. അതിനുള്ള ഉത്തരം ഗീത വായിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു വലിയ നൈരന്തര്യമാണ്. അതിനകത്ത് എനിക്ക് ഒരു റോളും ഇല്ല. ഉണ്ടെന്നുള്ള വെറും അഹങ്കാരമാണ്, വെറും തെറ്റിദ്ധാരണയാണ്, അഹങ്കാരമാണ്. ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും ഇപ്പൊ നമ്മള് തിരുമേനി പറഞ്ഞിട്ടുണ്ട്, നമ്മള് ബോധത്തോടെ എന്ത് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മാംസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ എനിക്കൊരു റിജക്ഷൻ വരും, നമുക്ക് ബോധ്യം പറഞ്ഞല്ലോ. അപ്പൊ മാംസം കഴിക്കുന്നില്ല. ഇപ്പൊ ഒരാൾ കുറച്ചുകൂടെ ബോധ്യം വരുമ്പോൾ ഇപ്പൊ പറയാം പാലും വേണ്ട, അത് മറ്റൊരു ജീവിയുടെ ടീ കുടിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് റിജക്റ്റ് ആവുകയാണ്. അപ്പം നമുക്കിപ്പോൾ ഒരാൾ മാംസം തരികയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളത് സ്വീകരിക്കണോ വേണ്ടയോ, അതിപ്പോ ഞാൻ എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. അപ്പൊ ഒരാൾ മാംസം നമുക്ക് ബോധ്യമായി മാംസം എനിക്ക് വേണ്ടാത്തതാണ് എന്നുള്ള ബോധ്യമുണ്ട്. ഒരാൾ കഴിക്കണ്ട. അപ്പൊ നമ്മളായിട്ട് തെറ്റ് ചെയ്യാൻ പക്ഷെ നിങ്ങൾ പട്ടിണി കിടക്കാണ് കഴിക്കണം. അതാ ചോദിച്ചത്, അതാ സംശയം. നിങ്ങൾ പട്ടിണി കഴിക്കുകയാണെങ്കിൽ ബ്രാഹ്മണന് ഒരു ഘട്ടത്തിൽ മാംസം കഴിക്കാന്ന് പറയുന്നുണ്ട് ശ്രുതിയിൽ. പട്ടിണി കിടക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. ധനാകർമ്മം ബോധത്തിൽ ജീവിക്കാനാണ് പറയുന്നത്, പുസ്തകങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അപ്പൊ തീവ്രവാദിയാവും, ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്. എങ്കിലും ഞാൻ പറഞ്ഞ ഓർമ്മ ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് നമ്മുടെ ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം എന്ന് പറയും. ശരീരത്തെ നമ്മളൊരു നിലനിർത്തുന്ന ഒരു സാധനമാണ്. ശരീരത്തെ നിലനിർത്തുന്ന സാധനമാവണം. നമുക്ക് ആ ശരീരം ഉണ്ടെങ്കിൽ ധ്യാനം ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് പുലി ഒരു മാനിനെ കൊല്ലുന്ന തെറ്റല്ലെന്ന് പറഞ്ഞത്. അതിൻ്റെ സൈക്കിളിലുള്ള നമ്മുടെ ബോധം കൂടി, മനുഷ്യൻ്റെ ബോധം കൂടി വരുമ്പോൾ മനുഷ്യൻ ഇതൊന്നും കഴിക്കാൻ പാടില്ല. ബോധം കുറഞ്ഞു വരുമ്പോൾ മനുഷ്യന് കഴിക്കുകയും വേണം. മൃഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ബോധാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇത് കഴിച്ചില്ലെങ്കിലാണ് നമ്മുടെ പ്രശ്നം. അവൻ കഴിക്കാവുന്ന. നിങ്ങൾ എപ്പോഴാണോ സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്, നിങ്ങൾ ബോധപരമായി വീഴാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാതാണ്. അത് കറക്റ്റാണ്. അല്ലാതെ ഒരു ആശയത്തിൽ നിന്ന് കഴിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. അതവിടെ ക്രൈമാണ്, അല്ലെങ്കിൽ തെറ്റാണ്. ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ള ആശയത്തിൽ കഴിക്കും. നിർത്തിയിട്ട് ഒരാഴ്ച നിർത്തിയിട്ട് ഇരട്ടിയായിട്ട് പിന്നെ കഴിക്കും. അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ ഇത് ഉപേക്ഷിച്ച് വരുന്നത് നല്ലതാണ്. ഇത് തെറ്റില്ല. അതാ ഞാൻ പറഞ്ഞ മുമ്പേ. അങ്ങനെ വന്ന് കൊഴിഞ്ഞ് വീഴുന്ന ഇല കഴിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൊക്കെ നാച്ചുറലാണ്. അവിടെ ഒരു സംഘർഷമില്ല. നിങ്ങൾക്ക് ഹാപ്പിയാണ്. അത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിഷമം. അവിടെ ഓക്കെ. അല്ലാതെ സാധാരണക്കാരൻ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ പോയിട്ട് അവസാനം പട്ടിണി ചത്തിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നാച്ചുറലി വരുമ്പോൾ നല്ലതാണ്. പക്ഷേ ആ നാച്ചുറലി വരുന്ന എൻ്റെ ശരീരം സംരക്ഷിക്കണം, എൻ്റെ വരുമാന മാർഗം, എൻ്റെ ജീവിതം, ഇതൊക്കെ നോക്കിക്കൊണ്ട് വേണം. എൻ്റെ സൽപ്പേര് പോയി കഴിഞ്ഞാൽ അവന് വട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടത്തില്ല. അപ്പോൾ വിശക്കും. അപ്പോൾ ധ്യാനത്തിന് ഭംഗം വന്നു. ശരിയല്ലേ? ഇതൊന്നും ബാധിക്കാത്ത അവസ്ഥ അങ്ങനെയൊക്കെ പോയാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ ബീയിങ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തും അധികമായാലും നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. നമ്മുടെ എന്ത് സ്വഭാവ സവിശേഷതകളും ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ സെൻറ്ററിൽ നിന്ന് കൂടുതൽ പോകുമ്പോഴാണ് അത് വിഷമായിട്ട് മാറുന്നത്. മഹാവീരനോട് ചോദിച്ചാൽ എന്താണ് വിഷം? അധികമുള്ളതെല്ലാം വിഷമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സെൻറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു ഘട്ടം എത്തുമ്പോൾ, സമയം എത്തുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാനും പറ്റും, ഇതെല്ലാം നടക്കുകയും ചെയ്യും. എന്നാൽ ഇതൊട്ട് നമുക്ക് ബാധ്യതയാവത്തില്ല. പക്ഷെ തർക്കമുറ്റാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പ്രശ്നമാണ്. സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാത്ത ഒരാൾ മറ്റൊരു ജീവജാലങ്ങളുടെ കാര്യം നോക്കുന്ന സമയത്ത് അത് റോങ് ആയിട്ട് വരും. ദിസ് ഈസ് റാങ്. ദിസ് ഈസ് റാങ്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമ്മൾ സ്വന്തം കാലം നിൽക്കണം, എന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുറെ ഇത് ഇൻഡയറക്റ്റ്ലി കർമ്മഫലം വരും.
നമ്മളെ പേര് കളഞ്ഞു കഴിഞ്ഞാൽ വട്ടാന്നുള്ള പേര് കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആരെങ്കിലും വിശ്വാസം എടുക്കുമോ? നമുക്കൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. സമൂഹത്തിൽ നമ്മൾ അകന്നു കഴിയും. സമൂഹത്തിനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ സമൂഹം നമുക്ക് പണിയരും. സമൂഹം ഇന്നലെ നാളെ നമുക്കിട്ട് പണിയരും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്താലും വിജയിക്കാതെ വരുന്ന സാഹചര്യമുണ്ടാവും. ആരും അംഗീകരിക്കത്തില്ല, വിശ്വാസത്തിലെടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികക്കെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പറയും. ആളുകളെ സംബന്ധിച്ച് നല്ലതാണെങ്കിൽ പോലും സ്വാഭാവികതയ്ക്കെതിരായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമല്ല. കാര്യം നടത്തില്ല. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. എന്തിനും ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെ എളുപ്പ വഴിയില്ലേ? നിങ്ങൾക്ക് എളുപ്പം ചെയ്തൂടെ? ഇവിടെ ഇങ്ങനെ മനസ്സിലായി? അവിടെ ചെന്ന് നമ്മളും അത്രയും കഷ്ടപ്പെട്ട് പൊക്കോണം. എളുപ്പ വഴി നമ്മൾ പോയാൽ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബസ്, നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അധമ ദേവതകളെ ഉപാസിക്കുന്ന ഒരാളുടെ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ കടയിൽ വിൽക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഉപാസനയ്ക്ക് എതിരാവത്തില്ലേ? അത് നമ്മൾ അവൻ വാങ്ങിക്കാൻ വരുന്നതിന് വേണ്ടിയാണ് അവിടെ വെച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി, വാങ്ങിക്കാൻ വരുന്നതാണ് വേണ്ടി, കസ്റ്റമറിന് വേണ്ടി. നിങ്ങൾ സാധനം വിൽക്കാന്നുള്ളതാണ് അതിനകത്ത് ജോലി. അതിനകത്തൊരു നിയമങ്ങൾ, അതിനകത്തൊരു എത്തിക്സ് നമ്മൾ പാലിച്ചാൽ മാത്രം മതി. മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാം, കഞ്ചാവ് വിറ്റൂടാ. പുകയില ഉൽപ്പന്നങ്ങളും ക്യാൻസർ ഉണ്ടാക്കും. കുർക്ക, കൈനി, അല്ലേ, ഷാമ്പൂ, മനസ്സിലായോ? പക്ഷേ അത് വാങ്ങിച്ചു കഴിക്കാൻ ആൾക്കാർ നിങ്ങളുടെ മുറുക്കാൻ കട നടത്തുക. അവിടെ വന്ന് നിങ്ങളുടെ കടയെ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വരത്തില്ലെങ്കിൽ, ചീത്തപ്പേരായി കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് വരത്തില്ലെങ്കിൽ കച്ചവടം കൂട്ടിപ്പോകും. അപ്പം നിങ്ങൾക്ക് കൊടുക്കാവുന്ന കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ സമാധാനത്തിലാണ് നിങ്ങൾക്ക് പറയാം ഇത് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുന്നു വേണമെങ്കിൽ പറയാം. കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, കൊടുക്കണ്ട, അവർക്ക് കൊടുക്കണ്ട, അങ്ങനെ കുറേ എത്തിക്സ് ഒക്കെ പാലിക്കും. പക്ഷേ കഞ്ചാവ് കൊടുക്കാൻ പാടില്ല. അതപ്പോൾ ഈ ഒരു മീഡിയം ലെവലുണ്ടല്ലോ എല്ലാത്തിനും. അത് നിങ്ങളുടെ ധർമ്മമാണ്. നിങ്ങൾ ചോദിച്ചു വരുന്ന ആളിന് കൊടുക്കുന്നത് ധർമ്മമാണ്. അത് ഉപയോഗിക്കണോ വേണ്ടത് തീരുമാനിക്കുന്ന അവരാ. പിന്നെ ഏത് ഈ ബോധ്യങ്ങൾ എന്തിനാണ് ഈ ചോദിക്കുന്നത്? ഈ ബോധ്യങ്ങളാണ് ഏറ്റവും വലിയ കുഴപ്പം. അതാണ് മുൻവിധികളും ആശയങ്ങളും ഒക്കെ ഞാനീ പറഞ്ഞു. അച്ഛന് വേണ്ടിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ പ്ലസ് 2 പിള്ളേരൊക്കെ സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുന്നു. നമ്മൾ പറയും വേണമെങ്കിൽ പറയണം ഇത് വലിക്കരുത്. പക്ഷെ അവൻ നമ്മുടെ അടുത്തേക്ക് വാങ്ങിച്ചില്ല, വേറെടുത്ത് പോയി വലിക്കും. നമ്മുടെ കട പൂട്ടിപ്പോകും, നമ്മുടെ കട ആള് വരും. പിന്നെ ക്രമേണ നിങ്ങളൊന്ന് പതുക്കെ റെഡിയായി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ആംബിയർ ഉണ്ടായി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അങ്ങനെ കർമ്മത്തെ ശുദ്ധീകരിക്കുക, അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. അത് ഞാൻ പറയാൻ പറ്റും. എനിക്ക് ആലപ്പുഴ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. ഈ ഹൗസ് ബോട്ടിൽ നോൺ വെജ് കൊടുത്തില്ലെങ്കിൽ ആരും വരത്തില്ല, ടൂറിസ്റ്റുകളും കാര്യങ്ങളും. അപ്പം ഞാൻ അറിയാതെ എൻ്റെ ഒരു പങ്ക് വാങ്ങിച്ച് കഴിക്കുന്ന ആളായിട്ട് മാറി. എനിക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് എൻ്റെ പൂജയും മറ്റു കാര്യങ്ങളിലും വരുമാനം കൂടുതൽ കിട്ടിത്തുടങ്ങിയപ്പോൾ, കൗൺസിലിങ് കാര്യങ്ങളൊക്കെ സക്സസ് ആയി വന്നപ്പോൾ, നല്ല രീതിയിൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹൗസ് ബോട്ട് ഞാൻ സെയിൽ ചെയ്തു. എനിക്ക് ആ കാശ് വേണ്ട. അപ്പോൾ ഒരു സന്തോഷം. അന്നത് പറ്റത്തില്ല. അതെൻ്റെ ധർമ്മം, എൻ്റെ ശരീരം നിലനിർത്തേണ്ട, എൻ്റെ കുടുംബത്തെ നോക്കേണ്ട എൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അന്നത് ചെയ്യാൻ എനിക്കൊരു കുറ്റബോധവും ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ മീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മീനും ചിക്കനും എൻ്റെ ഹൗസ് ബോട്ടിലേക്ക് കുക്കിന് എൻ്റെ കൈ കൊണ്ട്. സത്യത്തിൽ ബ്രാഹ്മിൻസ് ചെയ്യുന്ന കാര്യമല്ല, അതെൻ്റെ ധർമ്മമാണ്. തരും അവിടെ വരുന്ന സാഹിബന്മാർക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ അവൻ നാളെ വരുമോ? അത് ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന വേറെ കുറേ തൊഴിലാളികളുണ്ട്, നമ്മളുടെയൊക്കെ അന്നമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ദൈവമേ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഈ കർമ്മം എനിക്ക് ശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാനെങ്കിലും കുറഞ്ഞ വർഷം ഇത് ചെയ്യുന്നില്ല എന്ന് എനിക്ക് പറയാമല്ലോ. നാട്ടുകാരെ മൊത്തം മാറ്റാൻ പറ്റില്ല. അങ്ങനെ വന്ന് ഞാൻ എൻ്റെ മേഖലയിൽ കൂടുതൽ നമ്മുടെ കർമ്മം ശുദ്ധീകരിച്ച് കൊണ്ടുവന്നപ്പോൾ ദൈവം അതിനുള്ള വഴി തന്നു.
നല്ല ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹൗസ് ബോട്ട് വലിയ ലാഭം കിട്ടാത്ത രീതിയിൽ ഞാനങ്ങ് കൊടുത്തു. അത് ഭാഗ്യമായി കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. അപ്പോൾ അതിന് ദൈവം നമ്മളെ അത് പരിഗണിക്കും. നമ്മുടെ ആ മനസ്സിന് അവിടെ ഒരു മാർക്കുണ്ടെന്നുള്ള തെളിവല്ലേ. പിന്നെ കൊറോണ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നിട്ട് അന്നൊരു പ്രഡിക്ഷനും ഇല്ല, നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം ഹൈ ലെവലിൽ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ കൊറോണ വന്നു 1 മാസത്തേക്ക്, പിന്നെ 1 മാസത്തിൽ പിന്നെ കുറേ വർഷം പിന്നെ ഇൻഡസ്ട്രി ഇപ്പോഴാണ് അതൊക്കെ ടൂറിസം എക്സ്പോർട്ടൊക്കെ പൊങ്ങി വരുന്നത്. മറ്റേ അതൊക്കെ ഒന്ന് ചീത്തയായി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇപ്പോൾ ആൾക്കാർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, എല്ലാ കർമ്മങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈശ്വരൻ കൊണ്ട് കെട്ടുന്നത്, നമ്മുടെ മനസ്സ് കറക്റ്റാണെങ്കിൽ. പക്ഷെ അവിടെ നമുക്ക് കുറ്റബോധമില്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റണം. അതാ അർജുനോട് പറയുന്നത്, നീ കൊല്ലണം. നിന്റെ വാസനയിലുള്ള നിന്റെ ധർമ്മമാണത്, നീ കൊല്ലണം. അതാണ് നിന്റെ ധർമ്മം. ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കണ്ടേ, നല്ലത് മാത്രം മതിയോ? കുറെ പേര് ഈ പോലീസ് കള്ളന്മാരില്ലേ, പോലീസുകാർക്ക് ജോലി ഉണ്ടാവും. ഇത്ര ആള് കുടുംബം കഴിയുന്നെങ്ങനെ കള്ളന്മാരെ കൊണ്ടല്ലേ അല്ലേ? ഈ ബാധകളൊക്കെ ഇല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ജോലി ഉണ്ടാവും? ഇല്ല. എത്രയോ കുടുംബ അമ്പലങ്ങളിലൊക്കെ എത്രയോ ആൾക്കാർ കഴിയുന്നു. ഇവിടെ നല്ലതും ചീത്തയൊന്നും ഇല്ലണം. ഇതൊക്കെ നമ്മുടെ തോന്നലാണ്, ഇതൊക്കെ നമ്മുടെ അഹങ്കാരം കൊണ്ട് തോന്നുന്നതാണ്. ചിന്ത എന്ന് പറയുന്ന അഹങ്കാരം ഉള്ളത് വരുന്ന സാധനം. അതിൽ കൂടെ ബാധയും വരും, അവന്റെ കാര്യം 8ന്റെ പുകയാവും. ഇതൊന്നും ചിന്തിക്കാതെ, ചിന്തിച്ച ഒരു ബന്ധവുമില്ല, ചിന്തിച്ചില്ല ഒരു കുന്തവും ഇല്ലാന്ന് ധ്യാനത്തെക്കുറിച്ച് കാരണന്മാർ പറഞ്ഞിട്ടില്ലേ? അത് വെച്ചങ്ങോട്ട് വെക്കൂല. അതൊക്കെ വെറുതെ കർമ്മം ചെയ്ത് വെക്കൂ. എപ്പോഴും കർമ്മം ചെയ്തു, കർമ്മത്തിലൂടെ ഈശ്വര ആരാധനയാണ് എൻ്റെ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഫയലുകൾ ഒപ്പിടുക, നിങ്ങൾ ജോലികൾ ചെയ്യുക, നിങ്ങൾ മറ്റു ജോലികൾ ചെയ്യുക, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ അത് ചെയ്തോളൂ, വാസനാപരമായ കർമ്മങ്ങൾ ചെയ്തു. ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്ക് എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ അതിൻ്റെ കൗൺസിലിംഗ് ചെയ്യാൻ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ കർമ്മം കൊണ്ട് ആരാധിക്കുക. നിങ്ങൾ ഈശ്വരൻ അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കുന്ന ഞാൻ നിങ്ങളൊക്കെ ഈശ്വരനാണ്. നമുക്ക് കർമ്മമാണ്, കർമ്മം നടക്കുകയാണ്, കർമ്മമാണ് ഈശ്വരൻ, അതാണ് ധർമ്മം. അത് ഈശ്വര ആരാധനയായിട്ട് വരുമ്പോൾ അത് അടിപൊളി. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. ഞാനില്ലെങ്കിൽ അത് ഈശ്വര ആരാധനയായി. അങ്ങനെയാണ് ധ്യാനാത്മകമായി കർമ്മം ചെയ്യുന്നത്. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുളവും. ഇത് ഈശ്വരം എന്ന് പറയുന്നതാണ് ഇത് ഭംഗിയാവുന്നത്, നിങ്ങൾക്ക് വേണ്ടത് വരുന്നത്. ഞാനുണ്ടെങ്കിലാണ് എല്ലാം പ്രശ്നം. ഞാനില്ലാതെ പ്രവർത്തിക്കുന്ന എന്തും ധ്യാനമാണ്. അത് ആ കർമ്മങ്ങളൊക്കെ ഉപാസനയാണ്. പദചലനങ്ങൾ പ്രദക്ഷിണമാകണേ അല്ലേ? പിന്നെന്താ? പ്രദക്ഷിണമാകണേ നിത്യകർമ്മങ്ങൾ അപ്പൂസി പോകുന്നതൊക്കെ സാധനയാകണേ, ജന്മം പൂർണ്ണമാകണേ എന്ന് പറഞ്ഞില്ലേ? ശങ്കരാചാര്യ സ്വാമികളും പറയുന്നുണ്ട്. അതിനാണ് ആ 15 പാട്ട് ഉണ്ടാക്കിയത്. നമ്മൾ വെറുതെ പറയുന്ന അതൊക്കെ വർത്തമാനങ്ങളും മന്ത്രങ്ങളാവണേ. ഇത് മന്ത്രങ്ങളാണ്, ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. എങ്ങനെ കർമ്മം കൊണ്ട് ഈശ്വരനെ ആരാധിക്കും എന്നാണ് ഗീത പറയുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല? അങ്ങനെ ആലോചിക്കാൻ സമയമില്ല. 5 ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഗീത പറയുന്നത്. അതിലൂടെ ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ദേവി ആരാധിക്കുക, ഉപാസിക്കുക, എല്ലാം ശരിയാവും. അത്രേ ഉള്ളൂ. അടിച്ചു പൊളിച്ചത് മുന്നോട്ട് തെറ്റ് ശരി തമ്മിലുള്ള യുദ്ധം. ഗീത വായിക്കുക, ഞാൻ ഇട്ടിട്ടില്ലേ? വായിക്കേണ്ട കൂട്ട് വായിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. മനനം ചെയ്യണം. 3 വായിക്കാൻ ഡെയിലി പറഞ്ഞിട്ട് തന്നേക്കുന്ന 3 ശ്ലോകം അത് മനനം ചെയ്യണം. ചുമ്മാ വായിച്ച അർത്ഥം മനസ്സിലാക്കിയ പോരാ. അത് ഇങ്ങനെ കണക്ട് ചെയ്തും അവിടുന്ന് കേട്ടത് ഇവിടുന്ന് പല അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് മനനം ചെയ്തുണ്ടോ മനസ്സിലാവുന്നല്ലോ. പിന്നെ കത്തും. അവിടെ കിടന്ന് തന്നെ ശാന്തമായിരിക്കുമ്പോൾ ധ്യാനാത്മകം തന്നെ ആൻസർ പൊങ്ങി വരും. ഇങ്ങനെ നമ്മൾ ഇന്റലക്ച്വൽ ഡെവലപ്പ് ചെയ്യണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാ വിഷയങ്ങളും ശ്വാസത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മൂക്കുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ ജലം പെട്ടെന്ന് വറ്റി പോകുന്ന പോലെ അല്ലെങ്കിൽ
വെള്ളം കുടിച്ചാൽ പോരെ. അല്ലാതെ നോർമലാണോ അതങ്ങനെ? എങ്ങനെ ഇപ്പം നെഗറ്റീവായിട്ട് തോട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുക, പെട്ടെന്ന് അതിങ്ങനെ ശരി നമ്മുടെ വിട്ടു പോകുന്ന ഇങ്ങനെ ശ്വാസം വെളിയിലേക്ക് കളയുമ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ്ലി തന്നെ മൊത്തം ഡ്രൈ ആയി പോകുന്ന പോലെ റിലീഫ് കിട്ടുന്നുണ്ട്. ഉണ്ട്. പിന്നെ അത്രയും എനർജി കത്തി പോകണ്ടേ, എനർജി പേണായി പോകണ്ടേ, ആ നെഗറ്റീവ് എനർജി പോകണ്ടേ. അപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തന്നുകൊണ്ടല്ലേ പോകത്തുള്ളൂ, അത് വേറെ ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ലാത്തൊരു കാര്യമാകുമ്പോൾ നമുക്കത് അങ്ങനെ പോകും. അത് വെള്ളം കുടിച്ചാൽ മതി, നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം. വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് പോകാതെ നമ്മളെ വേറെ സ്ഥലത്തോട്ട് മാറി, സന്ധിവേദനയായിട്ട് മാറി, ഫൈബ്രോമയാലജി ആയി, അല്ലെ പ്രശ്നം ഹാർട്ടിന് പ്രശ്നം വരുന്നു, ഇങ്ങനെയൊക്കെ വരാം സ്ട്രെസ്. ഇതൊന്നും ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ വന്നു വെച്ചാൽ എന്താ പറയുക.